എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതായി കാണുന്ന വീടും സ്ഥലമാണ്. ഇത് ഒറ്റപ്പാലം ടൗണിന് വളരെ തൊട്ടാണ് കേട്ടോ. വെറും 2 മിനിറ്റ് യാത്ര ചെയ്താൽ ഒറ്റപ്പാലം ടൗണിലെത്താം. എല്ലാവിധ വാഹനങ്ങളും വരാനുള്ള വലിയ റോഡൊക്കെ ഉണ്ട്. നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു VIP ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല പാർക്കിംഗ് സ്പേസൊക്കെ ഉള്ള നല്ലൊരു വീടാട്ടത്. മൊത്തം 24 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. ഈ സ്ഥലം കിടക്കുന്നത് 2 തട്ടായിട്ടാണ് കേട്ടോ. ഇത് താഴത്ത് ഇങ്ങനെയാണ് ബാക്കി സ്ഥലം കിടക്കുന്നത്. മൊത്തം 24 സെൻറ്റ് സ്ഥലമാണ്. മാത്രമല്ല താഴത്ത് ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ വീട്ടുജോലിക്കാർക്കോ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടുണ്ട് താഴത്ത് കേട്ടോ. അതുപോലെ വെള്ള സൗകര്യത്തിന് ഓപ്പൺ കിണറും ഉണ്ട്, പിന്നെ ബോർവെല്ലും ഉണ്ട്. നല്ല റോഡ് സൗകര്യമൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് കേട്ടോ വീട് നിൽക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇത്. ഈ സ്ഥലത്തിൻ്റെ തന്നെ അവിടെ അങ്ങനെ വേറൊരു മതിൽ കെട്ടി തിരിച്ചിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ബാക്ക് ഭാഗം. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. 3 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും. വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നതെങ്കിലും കിഴക്കോട്ട് ഭാഗത്തേക്കാണ് ഇതിൻ്റെ മെയിൻ ഡോർ വെച്ചിട്ടുള്ളത് കേട്ടോ. കിഴക്ക് ഭാഗത്തേക്കാണ് ഇതിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് റോഡ് വടക്കോട്ടായതുകൊണ്ട് വടക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. കയറിയ ഭാഗം തന്നെ നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞ് മെയിൻ ഡോറ് തുറന്നാൽ ഇതല്ലേ നല്ല വിശാലമായൊരു ലിവിങ് ഏരിയ. ഈ വീട് വെച്ചിട്ട് വെറും 7 വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല മണലും ഇഷ്ടിക കൊണ്ട് കെട്ടിയതാണ്. നല്ല സ്ട്രോങ് ഉള്ള വീടാണ്. ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, അധികം ഉപയോഗിച്ചിട്ടില്ല ഈ വീട്. ഇവർ ഫാമിലി മൊത്തം വിദേശത്തായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൊടുക്കാനുള്ള ഉദ്ദേശം. ലിവിങ് ഏരിയയിൽ നിന്ന് പിന്നെ നമ്മളൊരു ഡൈനിങ് സ്പേസിലേക്ക് എത്തി. പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസൊക്കെ ഇവിടെയാണ്. അതിൻ്റെ തൊട്ട് തന്നെയാണ് ഒരു ബെഡ്റൂം ഉള്ളത്. താഴത്ത് ഉള്ള ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ഇതായി കാണുന്നത്. ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂമുകളാട്ടോ. കണ്ടോ, അതിൻ്റെ ചുമരിലുള്ള ഡ്രസ്സിൻ്റെ അലമാര ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള വീടാണ്. 15x15 സൈസൊക്കെ ഉണ്ടാവും റൂമുകൾ. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇതിലെ മൊത്തം ഫർണിച്ചർ ഉൾപ്പെടെയാണ് കേട്ടോ ഇതിൻ്റെ വിൽപ്പന. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഒരെണ്ണം. നല്ല വൃത്തിയുണ്ട്. ഇത് അധികം യൂസേജ് ചെയ്യാത്ത കാരണം വീടൊക്കെ നല്ല പെർഫെക്റ്റായിട്ടുള്ള നീറ്റായിട്ടുള്ള വീടാണ്. പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് വാഷ് ചെയ്യേണ്ടിയിരുന്നു മാത്രം. ഉൾഭാഗമൊക്കെ വളരെ ക്ലീനാണ്. ഇതാണ് ഡൈനിങ് സ്പേസ് കേട്ടോ. ഡൈനിങ് ഏരിയ. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ കബോർഡ് വർക്ക്, സ്റ്റോറേജ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിൻ്റെ ഇടത് ഭാഗത്ത് ഇവിടെയാണ് ഇതിൻ്റെ വാഷ് ബേസിൻ. എല്ലാ വർക്കും കഴിഞ്ഞ് കർട്ടൻ വർക്കും എല്ലാം ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്ന വീടാട്ടോ. അതിൻ്റെ തൊട്ട് തന്നെയാണ് കിച്ചണൊക്കെ കണ്ടില്ലേ, എല്ലാ രീതിയിലുള്ള കബോർഡ് വർക്ക്, മോഡുലാർ കിച്ചൺ, എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചണൊക്കെ ഒരു രക്ഷയില്ല, നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കുകളൊക്കെ ചെയ്ത കിച്ചണാണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കില്ല, വിത്ത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇതിൻ്റെ വിൽപ്പന. AC ഉണ്ട് റൂമിൽ. അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഷെൽഫുകളൊക്കെ നല്ല രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ്. മൊത്തം ഈ വീട് 2750 സ്ക്വയർ ഫീറ്റാണ്. ഇതൊരു വർക്ക് ഏരിയ. പിന്നെ ഈ ഓപ്പൺ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എക്സിറ്റ്. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല ഉപയോഗം അധികം ഇല്ലല്ലോ, അത് കാരണം നല്ല ഫിനിഷിങ്ങിലാണ് എല്ലാ ഭാഗവും. താഴെ ഒരു ബെഡ്റൂമാണുള്ളത്. ബാക്കി 2 ബെഡ്റൂമും മുകളിലാണ്. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ കൈവരിയൊക്കെ നല്ല സ്റ്റീൽ കൊണ്ടുള്ള സെറ്റിങ്സ് ആട്ടോ. സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിയാൽ നല്ലൊരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ. ഈ ഡോറ് ബാൽക്കണി, അതൊരു ബെഡ്റൂമിലേക്കുള്ള ഡോറ്. ഇതിൻ്റെ ഈ ഹാളിൻ്റെ ഈ ഓപ്പൺ സ്പേസിൻ്റെ ഇടതുഭാഗത്ത് തന്നെ വേറൊരു ബെഡ്റൂമും. ഇതാണ് സ്റ്റെയർ കേസ് കയറിയതും ആദ്യത്തെ ബെഡ്റൂം. ഇതുണ്ടോ, ഈ കട്ടിലും എല്ലാം നല്ല തേക്കിൻ്റെ കട്ടിലുകളാട്ടോ. എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയാണ് ഇതിൻ്റെ വില. 1,10,00,000 രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത് കേട്ടോ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ്. കാരണം വില അധികമൊന്നുമല്ല കേട്ടോ. വിലയൊക്കെ നല്ല ലാഭത്തിലുള്ള വില തന്നെ പറഞ്ഞിട്ടുള്ളൂ. കാരണം 24 സെൻറ്റ് ഉണ്ട് ഇവിടെ. ഒരു സെൻറ്റിന് 3.5 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ വിലയുള്ള ഏരിയയാണ്. പിന്നെ 2750 സ്ക്വയർ ഫീറ്റ് വീടുമില്ലേ, താഴെ വേറെ വീടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ. ഒറ്റപ്പാലം ടൗണിലേക്കൊക്കെ വളരെ അടുത്ത് 2 മിനിറ്റ് യാത്ര ചെയ്താൽ ടൗണെത്തി. മാത്രമല്ല ഈ വീട്ടിലുള്ള ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് വില പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് 100-ൽ 110% ഇത് ലാഭം തന്നെയാണ് വാങ്ങുന്നവർക്ക്. നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിൻ്റെ തൊട്ട് തന്നെയാണ് ഇതിൻ്റെ ബാൽക്കണി കേട്ടോ. പുറത്തേക്കുള്ള കാഴ്ച കണ്ടോ.
നല്ല VIP ഏരിയയാണ് കണ്ടോ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരു കച്ചറയില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതാണ് ഇതിലെ രണ്ടാമത്തെ ബെഡ്റൂം. വീടിൻ്റെ ഉൾഭാഗമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ഫിനിഷിങ്ങാണ്. ഒറ്റപ്പാലം ടൗണ് പിന്നെ അറിയുന്നവർക്ക് അറിയാലോ, എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തും ഉള്ളതാണ്. 5 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, കോളേജുകൾ, സ്കൂളുകൾ, എല്ലാ സൗകര്യവും ഒത്തൊരു ടൗണാണ് ഒറ്റപ്പാലം. സിവിൽ സ്റ്റേഷൻ, കോടതി, രജിസ്റ്റർ ഓഫീസ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സൗകര്യമുള്ളൊരു ടൗണാണ് നമ്മുടെ ഒറ്റപ്പാലം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടാണ് നമ്മുടെ ഈ നല്ലൊരു വീട് നിലനിൽക്കുന്നത്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ആർക്കും നല്ലൊരു സൗകര്യമുള്ളൊരു സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.